എന്തായാലും ഒരു പുത്തൻ സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ നാഷണൽ ടീം കളിക്കാൻ പോവുകയാണ്. എന്തായാലും ഇന്ത്യൻ നാഷണൽ ടീമും അതുപോലെ തന്നെ ഹോങ്കോങ്ങും ആയിരിക്കും ഈ ഒരു സ്റ്റേഡിയത്തിൽ ആദ്യമായിട്ട് കളിക്കാൻ പോകുന്നത്. 50,000 കപ്പാസിറ്റി വരുന്നൊരു വമ്പൻ സ്റ്റേഡിയമാണ്. എന്തായാലും കാര്യം എന്താണെന്ന് നോക്കാം. അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളൊരു ഇന്ത്യൻ ഫുട്ബോൾ ഫാനാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക. 200 ലൈക്കിൻ്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ഇന്ത്യയും അതുപോലെ തന്നെ ഹോങ്കോങ്ങും തമ്മിൽ AFC ഏഷ്യൻ കപ്പ് ക്വാളിഫയർ 2027 വേണ്ടിയുള്ള മാച്ച് നടക്കാൻ പോവുകയാണ്. ക്വാളിഫിക്കേഷൻ മാച്ച് നടക്കാൻ പോവുകയാണ്. സോ അതിന് മുന്നോടിയായിട്ട് അതായത് ഇന്ത്യ കളിക്കാൻ പോകുന്നത്, ഇന്ത്യയും ഹോങ്കോങ്ങും കളിക്കാൻ പോകുന്നത് ഒരു വമ്പൻ സ്റ്റേഡിയത്തിലാണ് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ റിപ്പോർട്ട് പുറത്തേക്ക് വരുന്നത്. അതായത് ഹോങ്കോങ്ങിൽ പുതിയതായിട്ട് നിർമ്മിച്ച് വെച്ചിട്ടുള്ളൂ. ഇതിൽ ആദ്യത്തെ മാച്ച് നടക്കാൻ പോകുന്നത് ഇന്ത്യയും ഹോങ്കോങ്ങുമാണ് എന്ന തരത്തിലുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നത്. കായ് സ്റ്റേഡിയം 50,000 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു സ്റ്റേഡിയമാണ്. ഇതൊരു പുതുപുത്തൻ ഒരു വേറെ ലെവൽ. അതിൻ്റെ പുറത്തെ ഡിസൈനൊക്കെ അകത്തെ ഡിസൈൻ ഇതുവരെ പുറത്തേക്ക് വന്നിട്ടില്ല. പുറത്തെ ഡിസൈനൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതായത് ഖത്തറിലൊക്കെ ഇപ്പോൾ ഉള്ളൊരു സ്റ്റേഡിയം പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യും. എന്തായാലും ആ ഒരു ഇമേജൊക്കെ ഞാൻ കാണിച്ചു തരാം. സോ എന്തായാലും വേറെ ലെവലൊരു സ്റ്റേഡിയത്തിലാണ് ഇന്ത്യയും അതുപോലെ തന്നെ ഹോങ്കോങ്ങും തമ്മിലുള്ള മാച്ച് നടക്കാൻ പോകുന്നത്. ഈ ഒരു സ്റ്റേഡിയത്തിൽ നടക്കാൻ പോകുന്ന ആദ്യത്തെ മാച്ചുമായിരിക്കും ഇത്. ഒന്നുമില്ല, ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പറയുക. കായ് സ്റ്റേഡിയം അതെങ്ങനെയുണ്ടെന്ന് നമുക്ക് നാളെ കണ്ടറിയാം.